അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് പോളിഷ് കവയിത്രിയായ വിസ്ലാവ സിംബ്രോസ്കിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആ ഒരു ടൈം കടന്നു പോകുന്നതും ആ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കൽ ചെയ്ത കാര്യം പിന്നീട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുമായ ഒരു ഐഡിയ ആണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കൂടി അതേ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് നത്തിങ് ട്വൈസ്. അതായത് ഒരു കാര്യം അതേ രീതിയിൽ പിന്നീട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഈസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ് ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. അപ്പോൾ എന്താണ് പറയുന്നത്? ലൈഫിൽ ഒരു കാര്യവും 2 പ്രാവശ്യം സംഭവിക്കില്ല, അല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യവും 2 പ്രാവശ്യം നമുക്ക് ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ഒരു ടൈം കടന്നു പോയി അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതും ആദ്യം ചെയ്ത അതേപോലെ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിലേക്ക് നമ്മൾ ജനിച്ച് വന്നത് ഒരു ഇംപ്രവൈസ്ഡ് ആയിട്ടാണ്. അതായത് നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്മൾ ആരും ഒന്നും പഠിച്ചുകൊണ്ടല്ല വരുന്നത്. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആണ് എല്ലാം പഠിച്ചെടുക്കുന്നത്. നമ്മൾ ചെയ്താണ് ശീലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്തോ ഇത് ലൈഫിൽ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴേ വെക്കണം എന്നും പറഞ്ഞൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഇംപ്രവൈസ് ചെയ്യാനായിട്ടാണ്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്, നമ്മൾ മരിച്ചു പോകുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസ് ഒന്നുമില്ലാതെ ആയിട്ടാണ്. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ടേൺസ്, യു കാൺറ്റ് റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ലോകത്ത് വളരെ വലിയൊരു ബുദ്ധിമാനായിക്കോട്ടെ, ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡംബർ എന്ന് വെച്ചാൽ മണ്ടനാണ്. അപ്പോൾ ഡംബർ അല്ലാത്തൊരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡൺസ് ആയിക്കോട്ടെ, അതും ഫുളിഷ് എന്ന് തന്നെയാണ് അർത്ഥം, അതായിക്കോട്ടെ. പക്ഷേ എന്താണ് ഈ കോഴ്സ്, ഈ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ്, അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് വേറൊരു രീതിയിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം അത് നമ്മളൊരു പ്രവൃത്തി ചെയ്തതാണ്, ലൈഫിൽ റീടേക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമുക്ക് വീണ്ടും അടുത്ത സമ്മർ ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല ലൈഫ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ്. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ 2 nights will teach what bliss is in precisely the same way with precisely the same kisses. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഓരോ ദിവസവും പുതിയ ഒരു ദിവസമാണ്. അത് ഇന്നലത്തെ പോലെ ആകില്ല, അല്ലെങ്കിൽ ഇന്ന് എന്ന് പറയുന്നത് നാളത്തെ പോലെ ആകില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഫ്രഷ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ അതേ രീതിയിൽ എല്ലാം അതേപോലെ വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു ഇമോഷൻസ് 2 നൈറ്റ്സിൽ അല്ലെങ്കിൽ 2 രാത്രികളിൽ നമുക്ക് വരുന്ന ഇമോഷൻസ് ചിലപ്പോൾ ഒരേ സർക്കംസ്റ്റാൻസസിൽ ഒരേ സിറ്റുവേഷനിൽ 2 തരത്തിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരേ സാഹചര്യം വരികയാണ്, 2 ദിവസം ഒരേ സാഹചര്യം വരികയാണ്, പക്ഷേ നമ്മൾ 2 ദിവസം റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഇതാണ് പറയുന്നത്. അതായത് ലൈഫിൽ നമുക്ക് ഒരു കാര്യവും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതും 2 ദിവസം ചെയ്യുമ്പോൾ ആ ഓരോ കാര്യങ്ങളും ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് 2 രീതിയിലായിരിക്കും എന്നാണ് കവയിത്രി പറയുന്നത്. One day perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ ഒരു റോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഒരു സന്തോഷമായിരിക്കും അയാളെ കാണുമ്പോൾ തോന്നുന്നത്. The next day, though you are here with me, I can't help looking at the clock. A rose, what could that be? Is it a flower or a rock? അപ്പോൾ പിറ്റേ ദിവസം ചിലപ്പോൾ ഇയാളെ ഇന്ന് കണ്ടപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം തോന്നും. ചിലപ്പോൾ പിറ്റേ ദിവസമാണ് കാണുന്നതെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം തോന്നില്ല, ചെറിയൊരു ദേഷ്യമോ മറ്റുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻ ആയിരിക്കും തോന്നുക. അപ്പോൾ ഓരോ ആൾക്കാരെ തന്നെ ഓരോ ദിവസം കാണുമ്പോൾ നമുക്ക് ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് 2 ദിവസം കണ്ട ഒരാളെ അല്ലെങ്കിൽ ഒരു റോസിനെ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ട് അതൊരു റോക്കായിട്ട്, അല്ലെങ്കിൽ ഒരു റോക്കിനെ പോലെ, ഒരു കല്ലിനെ പോലെ ഒരു ഗന്ധമോ ഭംഗിയോ ഒന്നും ഇല്ലാതെ അവിടെ പോയിരിക്കും. അതാണ് പറയുന്നത്. അതായത് 2 ദിവസം ഒരാളിനെ കണ്ടു, പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അയാളെ കാണുമ്പോൾ അത്രയും സന്തോഷം, അതുപോലത്തെ സന്തോഷം കാണണമെന്നില്ല. Why do we treat the fleeting day with so much needless fear and sorrow? It is in its nature not to stay. Today is always gone tomorrow. അപ്പോൾ എന്താണ്, why do we treat that fleeting day with so much needless fear and sorrow? നമുക്കറിയാം ഡേ എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ആണ്. ഫ്ലീറ്റിംഗ് എന്ന് വെച്ചാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. അതായത് ഇന്ന്
ഈ ദിവസം കഴിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ അടുത്ത ദിവസമാകും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത്, ലൈഫ് എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. അതൊന്നും ഒരു നീഡില്ലാത്ത കാര്യമാണ്, ഒരു ഉപയോഗമില്ലാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. അതിൻ്റെ സ്വഭാവം തന്നെ എന്താണ്? നിലനിൽക്കാത്ത ഒന്നാണ്, അത് കടന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമാറോ. ഇന്നെന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞു പോയ നാളുകളാണ്. ഇപ്പോൾ നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരിക്കൽ അത് ഇന്നായിട്ട് മാറും. അതായത് ഒരു ഡേയ്സ് ഇങ്ങനെ കടന്ന് പോകും. ഇന്ന് മാറി നാളെ ആവും, അത് കഴിഞ്ഞ ദിവസമാകും, അങ്ങനെ ഡേയ്സ് കടന്നു പോകും. അത് നിലനിൽക്കാത്ത ഒന്നാണ്, ഒരു ദിവസവും നിലനിൽക്കാത്ത ഒന്നാണ്. അതിന് ഒരു അവസാനമുണ്ട്, അത് പിറ്റേ ദിവസമാകും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പേടിക്കേണ്ടോ ദുഃഖിക്കേണ്ടോ കാര്യമില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. With smiles and kisses we prefer to seek accord beneath our star. Although we are different, we conquer just as 2 drops of water are. അപ്പോൾ തീർച്ചയാണ് നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. എല്ലാ മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായ വ്യത്യാസമാണ്. 2 ജലത്തുള്ളികൾ എടുക്കുന്നത് പോലെ, 2 ജലത്തുള്ളികൾ അല്ലെങ്കിൽ 2 വെള്ളത്തിൻ്റെ തുള്ളികൾ എടുക്കുമ്പോൾ 2 വാട്ടർ ഡ്രോപ്ലെറ്റ്സും വ്യത്യാസമാണ്. പക്ഷേ 2 നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ്? ഒരുപോലെയാണ് ഇരിക്കുന്നത്. 2 തുള്ളികൾ എടുക്കുമ്പോൾ, ഒരേ വാട്ടറിൻ്റെ തന്നെ 2 തുള്ളികൾ എടുക്കുമ്പോൾ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താണ്? അത് 2 തുള്ളികളാണ്, അത് 2 വ്യത്യസ്ത ജലത്തുള്ളികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.